നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഐസ്ലൻഡിനെതിരായിട്ട് ഇന്ന് സന്നാഹ മത്സരം കളിക്കുകയാണ് അർജന്റീന. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവരുടെ അവസാന സന്നാഹ മത്സരമാണ്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് ലയണൽ സ്കലോനി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്നാണ് കളിയെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ 6:30 കളി ആരംഭിക്കുക. അപ്പോൾ ആ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രസ് കോൺഫറൻസിൽ മെസ്സിയുടെ കാര്യം മാധ്യമങ്ങൾ ചോദിച്ചു. മെസ്സി കഴിഞ്ഞ കളി കളിച്ചിട്ടില്ലല്ലോ, ഹോണ്ട്രാസിനെതിരെ സന്നാഹ മത്സരം കളിച്ചിട്ടില്ല, എന്നാൽ ഈ കളിക്ക് മെസ്സി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പരിക്കേറ്റ ഓരോ താരങ്ങളുടെ കാര്യവും അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ലയണൽ മെസ്സി ഈസ് ഗോയിങ് ടു പ്ലേ ടുമാറോ. അദ്ദേഹം ഇന്നലെ പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളെ മെസ്സി കളിക്കും. എത്ര മിനിറ്റ് കളിക്കും എന്നെനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം കളിക്കും. ഏതായാലും റിസ്ക് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും താരത്തെ ഇറക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള മിനിറ്റുകളായിരിക്കും ഉണ്ടാവുക. നിക്കോപാസിൻ്റെ കാര്യത്തിൽ, മോളിനയുടെ കാര്യത്തിൽ, മൊണ്ടിലിൻ്റെ കാര്യത്തിൽ അവരൊക്കെ അവൈലബിൾ ആണ്. അതൊരു വലിയ ആശ്വാസമാണ് അർജന്റീനയ്ക്ക്. നിക്കോപാസ് ഓക്കെ ആണെന്ന് കുറച്ച് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. പക്ഷേ മോളിനെയും മൊണ്ടിയിലും ഫിറ്റായിട്ടുണ്ട്. ഈ കളിക്ക് അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ റൈറ്റ് ബാക്ക് പോസ്റ്റിലെ പ്രശ്നം അവിടെ തിരികെയാണ്. പിന്നെ ഹൂലിയൻ ഈസ് ഫൈൻ. ഹൂലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ ഡേ ബൈ ഡേ അദ്ദേഹത്തിൻ്റെ ആംഗിൾ ബെറ്ററായി വരികയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് 100% ഫിറ്റാകാൻ വേണ്ടിയിട്ട്. ഹൂലിയനുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പരേഡസിൻ്റെ സിറ്റുവേഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിശ്വസിക്കുന്നത് ബെറ്റർ ആവും, ലിയാൻഡ്രോ പരേഡസ് ബെറ്റർ ആവും, വരും ദിവസങ്ങളിൽ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ബലേഡിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ബുധനാഴ്ച അദ്ദേഹത്തിന് പകരമുള്ള റീപ്ലേസ്മെൻ്റ് ഉണ്ടാവും. ആരാണ് എന്നുള്ളത് തീരുമാനിക്കും. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. സോ ഈ കളി കഴിഞ്ഞിട്ട്, അതായത് ഐസ്ലൻഡിലുള്ള കളി കഴിഞ്ഞിട്ട് അതിൽ ടീമിൻ്റെ പ്രകടനം അനുസരിച്ചായിരിക്കും പകരക്കാരൻ ആരാണെന്ന് തീരുമാനിക്കുക. ഓൺ ഫ്രൈഡേ എമി മാർട്ടിനസിൻ്റെ കാര്യത്തിൽ അടുത്ത വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ കാര്യം ഒന്നുകൂടി അസസ് ചെയ്യും. സോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാമെന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അപ്പോൾ ഓരോ താരങ്ങളുടെ കാര്യത്തിൽ അധികം വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആകെ ആശങ്കയല്ല, ഉറപ്പായ കാര്യം പുറത്താവുന്നത് ബലേഡിയാണ്. ബലേഡിയുടെ പരിക്കിൻ്റെ കാര്യം കോംപ്ലിക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിന് റിക്കവർ ആവാൻ പറ്റില്ല. സോ അദ്ദേഹത്തെ ഒഴിവാക്കി പകരം ഒരു താരത്തെ നാളെ പ്രഖ്യാപിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.